ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴക്കാലത്ത് ഏതൊക്കെ പ്ലാന്റ്സൊക്കെ മാറ്റണം എന്നതിനെ കുറിച്ചാണ്. ചില പ്ലാന്റ്സൊക്കെ തീർച്ചയായിട്ടും വെള്ളം തട്ടാത്ത ഏരിയയിലേക്ക് നമ്മൾ എന്തായാലും മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സൊക്കെ ചീത്തയായി പോകും. അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റ്സാണ് നമ്മൾ മഴക്കാലത്ത് മാറ്റേണ്ടതെന്നുള്ളത് നമുക്കിപ്പോൾ പറഞ്ഞു തരാം. അതുപോലെ എല്ലാ പ്ലാന്റ്സും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതേതൊക്കെ നമുക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മാറ്റേണ്ട പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ്. അഡീനിയം പ്ലാന്റിൽ നമ്മൾ ഒരുപാട് വെള്ളം തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരും അതുപോലെ തന്നെ ചീത്തയായി പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ അഡീനിയം പ്ലാന്റ് ഇതുപോലെ തന്നെ നല്ല ഷെയ്ഡിട്ടുള്ള ഭാഗത്തോട്ടൊക്കെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പത്തുമണിച്ചെടിയാണ്. പത്തുമണിച്ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ ഷെയ്ഡിനടിയിലോട്ട് മാറ്റി വെക്കുക. അധികം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചീത്തയായി പോകും. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ആണ്. പെറ്റൂണിയയിലും ഇതുപോലെ തന്നെ വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകും. ഇത് കയ്യിലുള്ളവർ എന്തായാലും വെള്ളം തട്ടാത്ത ഭാഗത്തോട്ടൊക്കെ മാറ്റുക. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും ഓർക്കിഡാണ്. ഓർക്കിഡിനെ അറിയാമല്ലോ, ഓർക്കിഡിന് അധികം വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരും ഇതുപോലെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഓർക്കിഡ് നല്ല ഷെയ്ഡുള്ള ഭാഗത്തോട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഇനി ഇത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ്. അതും നമ്മൾ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ വേര് തന്നെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതുകൊണ്ട് അതും നമ്മൾ ഷെയ്ഡുള്ള ഭാഗത്തോട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ തെച്ചിയാണ്. തെച്ചി നമ്മുടെ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത പ്ലാന്റ് ആണ്. മാത്രമല്ല മഴക്കാലത്ത് ഇതിൻ്റെ കമ്പ് മുറിച്ച് പിടിപ്പിക്കാൻ പറ്റിയ ടൈം തന്നെയാണ്. അതായത് മഴക്കാലത്ത് ഇതിൻ്റെ കമ്പ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സൊക്കെ പ്രൂൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ വരുന്നവരെ ബൈ.